ബെർണോളിസ് തിയറം ഇല്ലേ, പറഞ്ഞുതരാം. ഭയങ്കര സിമ്പിളാണ്. ദ സം ഓഫ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം is always a constant along a streamline for an ideal incompressible and non-viscous fluid. This is expressed as. അപ്പൊ പറഞ്ഞു വന്നത്, പ്രഷർ എനർജിയെ നമ്മൾ പി ആയിട്ട് എടുക്കുന്നു, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു റോ വി സ്ക്വയർ, ഓക്കെ, പ്ലസ് റോ ജി എച്ച് എന്ന് പറയുന്നത് എ കോൺസ്റ്റന്റ് എന്നാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ, അതായത് ടോർസലീസ് ലോ ഉൾപ്പെടെയുള്ളത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ കാണുക. നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു നോട്ടിൽ ഇത് എഴുതുകയും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഈ സാധനം പഠിക്കാം. സത്യം. ഓക്കെ, ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഞാനപ്പോൾ ഈ പേപ്പർ ഇങ്ങനെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഇപ്പം യൂണിഫോമിലി എല്ലാ സ്ഥലത്തും സെയിം പ്രഷറാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ അഴുക്ക സ്വഭാവം കാരണം ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ഞാൻ കിടന്ന് ഊതാൻ പോവുകയാണ്. അത് പൊങ്ങി. സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇങ്ങോട്ട് ഊതിയ സമയത്ത് ഇവിടുത്തെ പ്രഷർ കുറഞ്ഞു. ഓക്കെ, അതായത് ഞാൻ ഇവിടെ ഊതിയ സമയത്ത് ഇവിടുത്തെ കാറ്റിൻ്റെ വേഗത കൂടി. കാറ്റിന്റെ വേഗത കൂടിയ സമയത്ത് എന്ത് സംഭവിച്ചു? വേഗത കൂടുമ്പോഴത്തേക്കും അവിടുത്തെ പ്രഷർ കുറയും. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പ്രഷർ കുറയും. അപ്പൊ ഇവിടെ ഊതിയില്ലേ, താഴെ ഞാൻ ഊതിയോ? ഇല്ല. താഴെ എന്തെങ്കിലും വെലോസിറ്റി ഉണ്ടോ? ഇല്ല. തുടക്കത്തിലുണ്ടായിരുന്ന എന്തോ ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു. താഴത്തെ വെലോസിറ്റി മുകളിലത്തെ വെലോസിറ്റി അപേക്ഷിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് മുകളിലത്തെ വെലോസിറ്റി താഴത്തെ വെലോസിറ്റിയേക്കാൾ കൂടി. ദാറ്റ് മീൻസ് താഴത്തെ വെലോസിറ്റി കുറവാണ്. വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹൈ പ്രഷർ വരും. ഹൈ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഇവിടെ ഏരിയക്ക് ഒരു ചേഞ്ചും വന്നില്ല. ദാറ്റ് മീൻസ് ഇവിടുത്തെ ഫോഴ്സ് കൂടി. ഫോഴ്സ് കൂടിയ സമയത്ത് ദാറ്റ് മീൻസ് ഹൈ പ്രഷറിൽ ഒരു സാധനത്തിനെ നമ്മൾ പൊക്കിയെടുത്തുകൊണ്ട് വരും. എയറോപ്ലെയിൻ പറക്കുന്നില്ലേ? അതെങ്ങനെ പറക്കുന്നത്? ഇതിന്റെ ലീഫിന്റെ മണ്ടയിൽ നമ്മളിത് പറക്കുന്ന സമയത്ത് അവിടെ വെലോസിറ്റി കൂടുതലും വിങ്സിന്റെ താഴെയായിട്ട് വെലോസിറ്റി കുറവുമാണ്. ദാറ്റ് മീൻസ് ഇതിന് ഒരു പ്രഷർ കാരണം ഇതിനെ തനിയെ എടുത്ത് പൊക്കുന്നു. ദാറ്റ് മീൻസ് പറക്കുന്ന എല്ലാ സാധനത്തിലും ബെർണോളിസ് പ്രിൻസിപ്പിൾ ഉണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻ എല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ഡെറിവേഷൻ ആണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിന്റെ ഒരു പടം വരയ്ക്കണം. അതായത് ഒന്നുമില്ല, നമ്മളൊരു താഴ്ന്ന പ്രദേശത്ത് ഇരുന്ന് നമ്മളൊരു പൈപ്പിൽ കൂടെ വെള്ളം മുകളിലോട്ട് പോകുന്നു വെച്ചോ. ഓക്കെ, അതാദ്യം നമ്മളൊന്ന് വരയ്ക്കുന്നു. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു താഴ്ന്ന ഏരിയ, ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. ഓക്കെ, അപ്പൊ ഗ്രൗണ്ടിൽ നിന്ന് ഇവിടുന്ന് നമ്മളൊരു പൈപ്പ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പൈപ്പ് നേരെ പോയി മുകളിലത്തേക്ക് എത്തി അവിടുന്നാണ് ഈ വെള്ളം ഇങ്ങോട്ട് പോകുന്നതെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പൊ ഈ പൈപ്പിൽ കൂടെ എന്തോന്നുണ്ട്, വെള്ളം ഇങ്ങനെ ഒഴുകി 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 പോകുന്നുണ്ട്. ഓക്കെ, ഡൺ. അപ്പൊ ഈ പൈപ്പ് ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇത്ര ഒരു ഹൈറ്റിലല്ലേ ഇരിക്കുന്ന, ഇത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നു H1. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിന്റ്, തുടക്കത്തിലേക്ക് വരുന്ന പോയിന്റ്. അതെന്തോന്നാണ്? സെക്കൻഡ് പോയിന്റ് ആണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. അപ്പൊ ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തോന്നാണ്? H2. ഓക്കെ, H1 H2 മാർക്ക് ചെയ്യാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല. ഇനി നമ്മൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഒരു വെള്ളമല്ലേ പോകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ്. ഓക്കെ, ആ ഫ്ലൂയിഡ് പോകുന്ന സമയത്ത് ആ ഫ്ലൂയിഡിന് ഒരു മാസം ഉണ്ടാവും. മാസം ഉണ്ടല്ലോ, ആ ഫ്ലൂയിഡിന് എന്തോ ഉണ്ടാവും? ഒരു വെലോസിറ്റി ഉണ്ടാവൂലേ, ദാറ്റ് ഈസ് V1. ഓക്കെ, ഇനി അത് അകത്തോട്ട് പോകുന്നു. അത് തന്നെയല്ലേ ഇപ്പുറത്തോട്ട് വരുന്നത്, ഇവിടെ V2. അതേ സെയിം മാസിനല്ലേ M. ഓക്കെ, M1 M2 എന്തുകൊണ്ട് ഞാൻ എടുത്തില്ല? കാരണം ഇവിടെ ഒരു ഫ്ലൂയിഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് ആ സെയിം ഫ്ലൂയിഡ് അല്ലേ പോകത്തുള്ളൂ. അതായത് എത്ര മാസം ഞാൻ ഇതിനകത്തോട്ട് കൊടുക്കുന്നു അത്രയും മാസം അതിൽ കൂടെ പോകണ്ടേ. ഓക്കെ, ഫൈൻ. അതുകൊണ്ടാണ് ഞാൻ അവിടെ M എന്ന് മാത്രം കൊടുത്തത്. അല്ല, ഞാൻ എന്തിനാണ് M എടുത്ത്, എന്തിനാണ് V1 V2 എടുത്തത്? V എന്നങ്ങ് എടുത്താൽ പോരെ, രണ്ടിനും ഒരേ വെലോസിറ്റി അല്ലേ? അല്ല. ഓക്കെ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അനുസരിച്ച് A1 V1 ഈസ് ഈക്വൽ ടു A2 V2 എന്നാണ്. ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ നോക്കൂ, വലുതാണ്. അവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ നോക്കൂ, ചെറുതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? V2 എന്ന് പറഞ്ഞ സാധനം കൂടിയാലേ പറ്റത്തുള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ വലിയൊരു ഏരിയ ആണ്, ഇവിടെ ചെറിയൊരു ഏരിയ ആണെങ്കിൽ ഇതിൽ കൂടെ വരുന്ന വാട്ടർ ഇതിലേ കൂടെ പോകുമ്പോഴത്തേക്കും V2 കൂടും. ദാറ്റ് ഈസ് വെലോസിറ്റി. ഇവിടുത്തെ വെലോസിറ്റി ഭയങ്കരമായിട്ട് കൂടും. ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഓസിനകത്തൊക്കെ നമ്മൾ വെള്ളം നല്ല ചീറ്റി അടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അതിന്റെ ആ ഒരു എൻഡ് ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ വിരൽ വെച്ച് കൊടുക്കൂല. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സ്പീഡിൽ വരുന്നത്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ, ദാറ്റ് ഈസ് ഈ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ A1 എന്ന് വിളിക്കുന്നു, ഈ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ A2 എന്ന് വിളിക്കുന്നു. ഫൈൻ. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് ഇത്ര മാത്രം ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഈ ഒരു ഡിസ്റ്റൻസിനെ, ഈ ഒരു ലെങ്തിനെ ഞാൻ ഡെൽറ്റ X1 എന്ന് വിളിക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു ലെങ്തിനെ ഞാൻ എന്തോന്ന് വിളിക്കണം?
ഡെൽറ്റ x2. ഇനി അടുത്ത ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ, ഈ വെള്ളം പൊങ്ങി അപ്പുറത്ത് പോകണ്ടേ, അതിനുവേണ്ടി നമ്മൾ ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഇവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരാതിരിക്കാനായിട്ട് ഇപ്പുറത്തോട്ട് മറ്റൊരു ഫോഴ്സും കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മളതിനെ ആലോചിക്കണം, മുകളിലോട്ടൊരു സാധനം തള്ളിക്കൊണ്ട് വരുമ്പോൾ അത് നമ്മൾ എന്തിനാണ് അങ്ങോട്ട് തള്ളുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് ഏതോ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മളിവിടെ എന്തൊന്നായിട്ട് എടുത്തത്, F2 ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഇനി വേണം നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാൻ. ബെർണോളിസ് ഇക്വേഷൻ അതെന്തോന്നായിരുന്നല്ലേ നമ്മൾ പഠിച്ച സം ഓഫ് പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് നമ്മൾ. ദാറ്റ് ഈസ് P പ്ലസ് റോ ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് എന്ന് പറയുന്നത് എ കോൺസ്റ്റന്റ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇവിടുത്തെ വർക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇവിടെ എന്ത് വർക്കാണ് നടന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം എടുക്കാം. നമ്മൾ അങ്ങോട്ട് തള്ളാനുള്ള കാരണം തന്നെ ഇങ്ങോട്ട് എന്തോ ഒരു ഫോഴ്സ് ഉള്ളതുകൊണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ വർക്ക് ഞാൻ എടുക്കുന്നു. വർക്ക് W ഈസ് ഈക്വൽ ടു ഫസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എസ് എന്നാണ് എടുക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, ഇവിടെ നിന്ന് ഇവിടം വരെ ഞാൻ അത്ര അങ്ങോട്ട് തള്ളി. ആ തള്ളിയ സമയത്തിന് ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ തള്ളിയതിന്റെ ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് F1 ഡെൽറ്റ x1 എന്ന് പറഞ്ഞ ഫോഴ്സാണ്. ഇനി ഞാൻ അങ്ങോട്ട് തള്ളിയപ്പോൾ ഓൾറെഡി ഇങ്ങോട്ട് ഫോഴ്സ് ഉള്ളതുകൊണ്ടല്ലേ, അപ്പൊ ഇങ്ങോട്ട് തള്ളിയ ഫോഴ്സിനെ നമ്മൾ എന്തോന്ന് പറഞ്ഞെടുക്കണം, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ദാറ്റ് ഈസ് F2 ഡെൽറ്റ x2. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഇവിടെ ഫ്ലൂയിഡ് അല്ലേ എടുക്കുന്നത്, ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രഷറിനെ കൊണ്ടുവരും. ഒരു കാര്യമില്ല, നമ്മൾ പ്രഷറിനെ കൊണ്ട് കൊണ്ടുവരും. കാര്യമുണ്ട് കേട്ടോ, ഫ്ലോയിൽ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പ്രഷറിനെ നമ്മൾ കൊണ്ടുവരുന്നു. പ്രഷറിനെ ഏതിലേക്ക് കൊണ്ടുവരുത്താൻ പറ്റും? ഓക്കെ, അറിയാം, പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ കിട്ടി. പ്രഷറിനെ നമുക്ക് ഈക്വേഷനിൽ കൊണ്ടുവരാം. അപ്പം വർക്ക് ഈസ് ഈക്വൽ ടു F1, സോറി ഇനി F1 എടുക്കാൻ പാടില്ല. ഓക്കെ, P ഇൻറ്റു എ. ഇനി ഫസ്റ്റ് പൊസിഷൻ അല്ലേ, അങ്ങനെയാണെങ്കിൽ P1 അല്ലേ, അങ്ങനെയാണെങ്കിൽ A1 അല്ലേ. ഓക്കെ, P1 A1 ഡെൽറ്റ x1, അതാണ് ഇതിനെ മറക്കരുത്, അത് അവിടെ ഉണ്ട്, പാവമാണ്. ഓക്കെ, ഇനി മൈനസ് P2 A2 ഡെൽറ്റ x2. ഇത്രയും കാര്യങ്ങൾ എഴുതുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി രണ്ടാമത്തെ കാര്യം ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാനൊരു ഏരിയ എടുത്തു, ഇതേ ഇൻറ്റു താണ്ട് ഇങ്ങനെ ഇത്രയുള്ള ഒരു ലെങ്ത്, ഞാൻ ഒരു സിലിണ്ടർ ആണ് എടുക്കണമെങ്കിൽ ഈ ഒരു ക്രോസ് സെക്ഷനിൽ ഏരിയ ഇൻറ്റു ഈ ഒരു ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലിണ്ടറിന്റെ എന്തോന്ന് കിട്ടുവടെ, ടോട്ടൽ വോളിയം കിട്ടും. ഓക്കെ, അപ്പൊ ഏരിയ ഇൻറ്റു ഒരു ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോന്നായിട്ട് എടുക്കാൻ പറ്റും, അതിനെ വോളിയം. വി എന്ന് പറഞ്ഞാൽ വോളിയമാണ്. ഓക്കെ, വെലോസിറ്റി വി അല്ല, വോളിയമായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എങ്ങനെ എനിക്ക് എഴുതാം, P1 ഏരിയ ഇൻറ്റു ഡെൽറ്റ x1 ദാറ്റ് ഈസ് V1 മൈനസ് P2 ഇൻറ്റു V2. ക്ലിയർ ആണല്ലോ, ക്യാപിറ്റൽ വി ആണ്, സ്മാൾ വി എഴുതരുത്. ഓക്കെ, അപ്പൊ P1 V1 മൈനസ് P2 V2. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഫ്ലൂയിഡ് അകത്തോട്ട് കയറ്റി, അപ്പുറത്തുനിന്ന് അതേ ഫ്ലൂയിഡ് അല്ലേ വരും, വേറെ പുറത്തുനിന്ന് ആരും പമ്പ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. ഓക്കെ, ആകെ ഇത്ര മാത്രമല്ലേ പോയതല്ലേ, തിരിച്ചു അതിലേ കൂടെ വരാൻ പറ്റും. അപ്പം ഞാൻ ഇവിടുന്ന് എത്ര വോളിയം കൊടുത്തോ അത്രയും വോളിയം അവിടുന്ന് വരത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വർക്ക് ഈസ് ഈക്വൽ ടു P1 ഇൻറ്റു, അതായത് V1ഉം V2ഉം എന്ന് പറയുന്നത് സെയിം ആണ്. ദാറ്റ് ഈസ് ഒരൊറ്റ V ആയിട്ട് നമുക്ക് അങ്ങ് എടുത്താൽ മതി. ദാറ്റ് ഈസ് P1 ഇൻറ്റു V മൈനസ് P2 ഇൻറ്റു V. V നമുക്ക് കോമൺ എടുക്കാം. ദാറ്റ് ഈസ് വർക്ക് ഈസ് ഈക്വൽ ടു V ഇൻറ്റു P1 മൈനസ് P2. ഇതാണ് ഫസ്റ്റ് പരിപാടി. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം വർക്കിന്റെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, വർക്ക് നമുക്ക് എത്ര കിട്ടി, ടോട്ടൽ വർക്ക് P1 V മൈനസ് P2 V. ഇത് വോളിയത്തിന്റെ V ആണ്, ക്യാപിറ്റൽ V. അപ്പൊ ഇനി അടുത്ത കണ്ടുപിടിക്കുന്ന ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ KE എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു M ഇൻറ്റു V2 സ്ക്വയർ. ഓക്കെ, ഇത് സ്മാൾ ലെറ്റർ V ആണ്, ക്യാപിറ്റൽ ലെറ്റർ V അല്ല. M ഇൻറ്റു V2 സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു M ഇൻറ്റു V1 സ്ക്വയർ. ഓക്കെ, ഫൈനൽ മൈനസ് ഇനിഷ്യൽ, ഫൈനലിൽ V2, ഇവിടെ ഇനിഷ്യലിൽ V1. ഓക്കെ, സെയിം മാസാണ് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അതുകൊണ്ട് സെയിം തന്നെയാണ്, M തന്നെയാണ് നമ്മൾ എടുക്കണം. ഇനി അടുത്തത് രണ്ടാമത്തത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ദാറ്റ് ഈസ് ഡെൽറ്റ U. ഡെൽറ്റ U എന്ന് പറയുന്നത് mgh. ഇവിടെ എന്തോന്നായിരിക്കും, ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് mgh2 മൈനസ് mgh1. ഓക്കെ, ഇത്രയും കാര്യം എഴുതാൻ ഡൗട്ട് ഒന്നുമില്ലല്ലോ. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, വർക്ക്. ഓക്കെ, വർക്ക് എനർജി തിയറം, അതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. അടുത്ത് വർക്ക് എനർജി തിയറം നമ്മൾ ഇവിടേക്ക് എഴുതുന്നു. ദാറ്റ് ഈസ് വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇനി ഈ കാര്യങ്ങൾ നമ്മളെല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് അങ്ങ് എഴുതുന്നു. ദാറ്റ് ഈസ് P1V മൈനസ് P2V ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു M ഇൻറ്റു V2 സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു M ഇൻറ്റു V1 സ്ക്വയർ പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് mgh
H2 മൈനസ് mg H1. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ചെയ്യുന്ന പരിപാടി ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് പൊസിഷൻ ദാറ്റ് ഈസ് 1 ആയിട്ടുള്ള എല്ലാവരെയും ഞാൻ ഇപ്പുറത്തോട്ട് മാറ്റുന്നു, 2 ആയിട്ടുള്ള എല്ലാവരെയും ഞാൻ അപ്പുറത്തോട്ട് മാറ്റുന്നു. 1 ആയിട്ടുള്ള ആൾ ആദ്യം ഞാൻ ഇവിടെ തന്നെ എഴുതി P1V. ഓക്കെ, ഇനി 1 ആയിട്ടുള്ള ആൾ അപ്പുറത്ത് ആരുണ്ട്? മൈനസ് ഹാഫ് എം V1 സ്ക്വയർ എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു V1 സ്ക്വയർ. ഇനി അടുത്ത മൈനസ് mg H1 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് mg H1 ഈസ് ഈക്വൽ ടു P2 V2. അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? പോസിറ്റീവ് P2 V ആയിട്ട് മാറും. ഓക്കെ, ഇനി ഡൺ. പ്ലസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു V2 സ്ക്വയർ പ്ലസ് mg H2. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ വോളിയം വി. ഓക്കെ, വി കൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ അങ്ങ് ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് P1V ഡിവൈഡഡ് ബൈ വി പ്ലസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു V1 സ്ക്വയർ. ഇത് ആലോചിക്കുക, വെലോസിറ്റി ആണ്. V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ V പ്ലസ് എം ഇൻറ്റു ജി ഇൻറ്റു H1 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ V ഈസ് ഈക്വൽ ടു P2V ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ V പ്ലസ് ഹാഫ് ഇൻറ്റു എം V2 സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ V പ്ലസ് എം ജി H2 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ V. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി സംഭവിക്കുന്നതാണ് ഫൈനൽ സ്റ്റെപ്പ്. ദാറ്റ് ഈസ് P1V ഡിവൈഡഡ് ബൈ V. V ക്യാൻസൽ ആയി പോകും, V ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് P1 എന്ന് ഇവിടെ വരും. ഇനി പ്ലസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ വോളിയം. നമുക്ക് ഓൾറെഡി അറിയാം മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് എന്തോന്നാണ്? ഡെൻസിറ്റി റോ. ഓക്കെ, അപ്പൊ ഇവിടെ മാസ് ഡിവൈഡ് ബൈ വോളിയത്തിനെ നമുക്ക് എന്തോന്നാക്കി എഴുതാം? റോ എന്നാക്കി എഴുതാം. അപ്പൊ ഇത് എന്തോന്നായിട്ട് മാറും? ഹാഫ് ഇൻറ്റു റോ V1 സ്ക്വയർ പ്ലസ് ഞാൻ ഇവിടെ മാസും വോളിയം ഉണ്ട്. ദാറ്റ് ഈസ് റോ ജി H1 ഈസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് ഇൻറ്റു എം ഇല്ല, MYV ദാറ്റ് ഈസ് റോ V2 സ്ക്വയർ പ്ലസ് റോ ജി H2. ഇതാ നോക്ക്, ഫസ്റ്റ് പൊസിഷനിലെ ഈ കാര്യം ഈക്വൽ ടു സെക്കൻഡ് പൊസിഷനിലെ ഈ കാര്യം. ഇതല്ലേ നമ്മൾ പറഞ്ഞു. പി പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ പരിപാടി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഞാൻ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ ഇടാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി എന്തായാലും കാണാം. മര്യാദയ്ക്ക് പഠിച്ചോളാം കേട്ടല്ല. ആകെ കുറച്ച് സമയം കൂടെ കിട്ടത്തുള്ളൂ. പെട്ടെന്ന് പഠിച്ചോ. ഓക്കെ, ഡൺ. താങ്ക്സ്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഒന്നുകൂടെ പറയാണ്. അതായത് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്താണ്? വെലോസിറ്റി കൂടി കഴിഞ്ഞാൽ പ്രഷർ കുറയും. വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? അവിടെ പ്രഷർ കൂടും. ഹൈ പ്രഷർ ആണെങ്കിൽ ഉറപ്പായിട്ട് ആ സാധനം പറയും. ഇനി നമ്മൾ ഡെറിവേറ്റ് ചെയ്ത ഈ സാധനത്തിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ റോ എച്ച് ജി, റോയും എച്ചും ജിയും ഒരു സിംഗിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ അതിന് എന്തായാലും ജി മാറത്തില്ല. അവിടെ എവിടെയും സെയിം തന്നെയാണ്. ഇനി എച്ച്, ഹൈറ്റ് എന്ന് പറയുന്നത് മിക്ക സമയത്തും നമ്മൾ എടുക്കുന്നതല്ലേ. ഓക്കെ, അപ്പൊ അതിന് വലിയ ചേഞ്ച് ഉണ്ടാവത്തില്ല. ഓക്കെ, ഇനി അടുത്ത റോ ഡെൻസിറ്റി. ഇതിനകത്ത് ഒരു ഫ്ലൂയിഡ് അല്ലേ ഉള്ളൂ. ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി അവിടെ എത്തുമ്പോൾ മാറത്തില്ല. പക്ഷെ ഇവിടെ മാറുന്ന ഏത് മാത്രമാണ്? പി വി. ഓക്കെ, പ്രഷർ വെലോസിറ്റി, പ്രഷർ വെലോസിറ്റി. ഓക്കെ, അപ്പം ഇവിടെ ഒരു സൈഡിലെ വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി ഇപ്പുറത്തെ അതിന്റെ പ്രഷർ കൂടണം. ദാറ്റ് മീൻസ് ഇവിടുത്തെ വെലോസിറ്റി കൂടുതലാണെങ്കിൽ ഇവിടുത്തെ പ്രഷർ കുറയണം. ഓക്കെ, P1 V1 P2 V2. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സെയിം കാര്യം. ഇത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നതെന്ന് മനസ്സിലായ? റോയ് ജി എച്ച് ഇത് മൂന്നും മിക്ക സമയത്തും എന്തോന്നാണ്? കോൺസ്റ്റൻസ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന് കോൺസ്റ്റന്റ് അല്ലാത്ത ആൾക്കാർ ആരൊക്കെ ഉള്ളൂ? പ്രഷറും പിന്നെ എന്താണ്? വെലോസിറ്റി മാത്രമേ ഇവിടെ കോൺസ്റ്റന്റ് അല്ലാത്തതായിട്ടുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ബാക്കി നമ്മൾ ആപ്ലിക്കേഷൻ അടുത്ത ഇതിൽ കാണണം കേട്ടോ. മറക്കില്ല. സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ്. ഓക്കെ.